ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. സ്കൂൾ യുവജനോത്സവത്തിന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്കിലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുവരാം. സ്കൂൾ കലോത്സവ വേദിയിൽ ഒപ്പന മത്സരം നടക്കുമ്പോൾ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി താഴെ വീഴുന്നുണ്ട്. ആ കുട്ടിക്ക് എന്താണ് പറ്റിയത് പോലും അന്വേഷിക്കാതെ കൂടെയുള്ള ആളുകൾ മത്സരം തുടരുന്നുണ്ട്. ഒരുപക്ഷെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ മത്സരത്തിൽ കുറഞ്ഞേക്കാം എന്നുള്ള ആശങ്ക ഉള്ളതുകൊണ്ടായിരിക്കാം ആ കുട്ടികൾ മത്സരം തുടരുന്നത്. പക്ഷേ ഈ വീഡിയോ കണ്ട സമയത്ത് മനസ്സിൽ തോന്നിയൊരു കാര്യം, ഈ കുട്ടികൾ നേടിയിട്ടുള്ള അതായത് ഒപ്പന കളിക്കുന്നിടയിൽ ഒരു കുട്ടി കുഴഞ്ഞു വീണപ്പോൾ അതിനെ ഒട്ടും കൗനിക്കാതെ തരത്തിൽ കുട്ടികൾ തുടർന്ന് ആ പരിപാടി തുടർന്ന് കൊണ്ടുപോകുന്നു. മാത്രമല്ല, അവിടെ ഇരിക്കുന്ന ഈ ഒപ്പന ജഡ്ജസ്റ്റ് ചെയ്യുന്ന കുറെ അധ്യാപകന്മാരുണ്ട്, മാത്രമല്ല കാണികളുമുണ്ട്. ഇത്രമാത്രം ആൾക്കാരുണ്ടായിട്ടും ഇങ്ങനെ ഒരു കുട്ടി ബോധക്ഷയായിട്ട് വീണിട്ടും ആ കുട്ടിയെ ഒന്ന് എഴുന്നേൽപ്പിക്കാനോ അതിനു വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ കൊടുക്കുവാനോ അവിടുത്തെ ഒരാൾ പോലും മുതിർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ മനസാക്ഷി ഇത്രത്തോളം മരവിച്ചവരാണോ അവിടെ കൂടി നിന്നിട്ടുള്ളത്? കുട്ടികൾ ഒരുപക്ഷെ ടീച്ചർമാര് ശിക്ഷണം കൊടുത്തിട്ടുണ്ടാകാം. എന്ത് സംഭവം നടന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ അതിന് ആകാശം ഇടിഞ്ഞു വീണാലും തന്നെ നിങ്ങൾ കളിക്കുന്ന ഒപ്പന നിർത്താൻ പാടില്ല എന്ന് ഗുരുനാഥന്മാർ കൊടുത്തിട്ടുണ്ടാകാം. അത് പേടിച്ചിട്ടായിരിക്കും കുട്ടികൾ ആ കളി നിർത്താതെ വീണ്ടും തുടർന്നു കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ജഡ്ജസും അതുപോലെ തന്നെ കാണികളായവരൊക്കെ അധ്യാപകന്മാരില്ലേ? ആ വീഡിയോയിലെ രംഗം നമ്മൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം ഉത്കണ്ഠ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു കുട്ടി ബോധക്ഷയായിട്ട് വീണിട്ട് പോലും ഒരു പ്രഥമ ശുശ്രൂഷ കൊടുക്കുവാനോ അല്ലെങ്കിൽ ആ കളി നിർത്തിവെച്ച്, അല്ലെങ്കിൽ അവിടെ ജഡ്ജസ് ഇല്ലേ, അധ്യാപകന്മാരായിട്ട് ജഡ്ജസ് അല്ലേ, ഇവരൊക്കെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതായത് മൃഗങ്ങൾക്കിടയിലാണ് ഇത്തരം സംഭവം നടന്നതെങ്കിൽ ആ മൃഗങ്ങൾ മറ്റുള്ള പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ചിലപ്പം മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യത്തെ മൃഗീയമായിട്ടുള്ള തരത്തിലാണ് ഉപമിക്കാറ്. പക്ഷെ മൃഗങ്ങളുടെ ഭാഗത്തൊന്നും ഇത്തരം സമീപങ്ങൾ കാണൂല. ഇത്തരം കടും ക്രൂരമായിട്ടുള്ള മനസ്ഥിതി കാണത്തില്ല. മൃഗങ്ങൾക്കിടയിലും മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സർവ്വസാധാരണമാണ്. പക്ഷെ അത്രമാത്രം മനസാക്ഷി മരവിച്ചവരാണ് അവിടെ ഇരിക്കുന്നത്. ഒരു കുട്ടി അവിടെ ബോധക്ഷയായിട്ട് വീണിട്ട് പോലും ആ കുട്ടിയെ എഴുന്നേൽപ്പിക്കാനോ അതല്ല ആ കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷ കൊടുക്കുവാനോ. പക്ഷെ ആ കുട്ടിയുടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അത് ഉത്തരവാദിത്വം? ആരാണ് അതിന് മറുപടി പറയേണ്ടത്? മനുഷ്യ ജീവനെക്കാട്ടും വലിയാണ് അവിടെ കളിക്കുന്ന കല, ഒപ്പന. ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്രമാത്രം കോമൺ സെൻസ് ഇല്ലാതെ അധ്യാപകന്മാരാണോ അവിടെ കൂടിയിരുന്നിട്ടുള്ളത്, ജഡ്ജസ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്, അവിടെ കാണികളായിട്ട് ഇരുന്നിട്ടുള്ളത്? ഏകദേശം നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. 1.5 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ ആണിത്. പക്ഷെ ഞാൻ അല്പഭാഗമേ ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഈ 1.5 മിനിറ്റ് ഒരാൾ ബോധക്ഷയായിട്ട് വീണിട്ട് ഈ 1.5 മിനിറ്റ് നേരം അവിടുത്തെ കാണികളും അതുപോലെ തന്നെ അവിടുത്തെ ജഡ്ജസ് ആയിട്ടുള്ള അധ്യാപകന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നോക്കി നിൽക്കുക എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ദുഃഖം തോന്നും, എത്രമാത്രം നമുക്ക് വേദന തോന്നുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് നോക്കി നിന്നവർ ഒരിക്കലും തന്നെ മനസാക്ഷി തൊട്ടു തീണ്ടാത്തവരാണ് നമുക്ക് പൂർണ്ണമായി കരുതാം. അല്ലെങ്കിൽ ആ കുട്ടിയെ ഉടൻ തന്നെ, ആ കുട്ടി കുഴഞ്ഞു വീണ ഉടൻ തന്നെ വേണ്ടുന്ന രീതിയിൽ പരിചരണം മറ്റും കൊടുക്കുമായിരുന്നില്ലേ?